പ്രിയപ്പെട്ടവരെ, യോഗാധ്യക്ഷൻ ദ്വാരശാലയുടെ പ്രസിഡന്റ്, എൻ്റെ പ്രിയ സഹോദരൻ, പഴയ ഒരു കാലത്തിൻ്റെ ജീവിതം ബാക്കിയുള്ള ആത്മമിത്രം, സഖാവ് ഒക്കെ ആയിട്ടുള്ള സതീഷ് കുമാർ, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി നജീബ്, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട വി, അങ്ങനെ ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല, അതൊരു ആവർത്തനമോ ദുഷ്കരമോ ഒക്കെ ആവും. നമ്മൾ വായനയെപ്പറ്റിയും വായിക്കുന്നത് എന്തിന്, അല്ലെങ്കിൽ വായിച്ചത് കൊണ്ട് എന്തിന് എന്നൊക്കെയുള്ള വളരെ സാധാരണമായ എന്നാൽ വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളോ സംശയങ്ങളോ ചിലപ്പോൾ ആശങ്ക തന്നെയോ ഒക്കെ പരസ്പരം പറയുക എന്നതാണ് ഇത്തരം ദിവസങ്ങളുടെ ഇത്തരം കൂടിയിരിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കൊക്കെ അറിയുന്ന പോലെ എല്ലാറ്റിനും ഓരോ ദിനങ്ങളുണ്ട്. വായനയ്ക്കൊരു ദിനമുണ്ട്. 2 ദിവസം മുമ്പാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേക്കുന്ന ചില നല്ലതോ പൊട്ടയാവട്ടെ, ഞാനതിൻ്റെ അടിസ്ഥാന വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അച്ഛനൊരു ദിവസം, അമ്മയ്ക്കൊരു ദിവസം, പ്രണയിക്കാനൊരു ദിവസം, പരിസ്ഥിതിക്കൊരു ദിവസം, കുട്ടികൾക്കൊരു ദിവസം. ഇനി എന്തിനാണ് ദിവസം ഇല്ലാത്തത് എന്ന ഒരു തരം സംശയം നമുക്കുണ്ടാകാം. പക്ഷേ ഈ ദിനാചരണം കൊണ്ട് ഒരുപക്ഷെ അനുഷ്ഠാനമെന്നോ ആചാരമെന്നോ നമുക്ക് തോന്നാവുന്ന ഇത്തരം ദിനാചരണം കൊണ്ട് ഒരു കാര്യം, ഒരാളിലേക്കെങ്കിലും ഒരു സന്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഏറെക്കുറെ ഒരേ തലമുറയുടെയോ അപ്പുറമൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഒരു പുതിയ തലമുറയുടെ വക്താവ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ കാണുന്നുള്ളൂ. അത് ഏറെക്കുറെ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമാണ്. അത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെയോ ചെറൂരിൻ്റെയോ ഏവന്നൂരിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന അയ്യന്തൂരിൻ്റെയോ ഒന്നും കുറവോ ദോഷമല്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് വായനശാലകൾ, വായന, എഴുത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ സംവാദങ്ങൾ, ആലോചനകൾ, ചർച്ചകൾ, മനസ്സ് തുറക്കലുകൾ, അവിടെയാണ് പ്രധാനം. മനസ്സ് തുറന്ന് എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യത്തെ കാര്യം നമ്മൾ എങ്ങനെ ഒരാളെ ശ്രവിക്കുന്നു എന്നതാണ്. ഒരാളെ കേൾക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പാഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിനാണ് ഇന്നത്തെ തലമുറയോ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതമോ നമ്മളെ അനുവദിക്കാത്തത്. സഹിഷ്ണുത എന്ന് പറയുന്നൊരു വാക്ക് ഒരാളെ സഹിക്കാൻ നമുക്ക് വയ്യ. കാരണം ആ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ മറ്റെന്തൊക്കെയോ ആണ് എന്ന് പറയുന്ന ആത്മബോധമല്ലാതെ അഹംബോധത്തിൻ്റെ ചില പടുകുഴികളിലാണ് നാം ഓരോരുത്തരും. ഇതൊരാളല്ല, ഇതൊരു തലമുറയുടെയോ ഒരു ജീവിത രീതിയുടെയോ ഭാഗമായിട്ട് വരുന്ന ചില അവസ്ഥാന്തരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വായനയെ പറ്റിയാണ് ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടത്. പി.എൻ. പണിക്കരെ പറ്റി എല്ലാവരും പറയുന്നു. അദ്ദേഹം നടന്നും ഒരുപാട് ശ്രമങ്ങളുടെയും പരിണിത പ്രജ്ഞനായ മനുഷ്യൻ്റെ ദീർഘവീക്ഷണമാണ്, ഫലപ്രാപ്തിയാണ് കേരളത്തിലെ ഗ്രന്ഥാലയങ്ങൾ, വായനശാലകൾ, അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം, നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം, ഇതൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. എങ്ങനെയാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്? അത്രയൊന്നും വിദൂരത്തല്ലാത്ത ഒരു 19, 100, 150 കൊല്ലം പിന്നോട്ട് നോക്കിയാൽ ഒട്ടും ആശാസ്യമായൊരു ചിത്രമല്ല നമുക്ക് കേരളത്തെ പറ്റി. നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാൻ കഴിയില്ല, അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഒന്നിച്ചിരിക്കുന്നതിന് പലതരത്തിൽ വിലക്കുകളുണ്ട്, വിലങ്ങുകളുണ്ട്. അത് ജാതി, ശ്രേണി, ജീവിതം, എവിടെ ജനിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന അധികാരത്തിൻ്റെയും ജാത്യബോധത്തിൻ്റെയും ഒരു വലിയ എന്താ പറയുക, അത്തരത്തിലുള്ളൊരു മൽപ്പിടുത്തത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. തൊട്ടാൽ, കണ്ടാൽ, കേട്ടാൽ ഒക്കെ അയിത്തം വന്നിരുന്നൊരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിൻ്റെ കേരളം എന്ന് പറയാൻ ഇന്നത്തെ കേരളം ഇപ്പം ഇതുപോലെ നമ്മൾ ആരാണെന്നും ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വലിയ സാഹോദര്യത്തിലേക്ക് അവൻ്റെ ജാതിയോ അവൻ്റെ വംശമോ അവൻ്റെ കുലമഹിമയോ അവൻ്റെ എന്താ പറയുക മറ്റു തരത്തിലുള്ള ഒരു പദവികളോ നോക്കാതെ കൈനീട്ടി സാഹോദര്യത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കടന്ന വഴികൾ അത്രയും ശാന്തമായിരുന്നില്ല. അവിടെ ഒരുപാട് സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും പോരാട്ടങ്ങളുടെയും അങ്ങനെയുണ്ടല്ലോ. ഇത് അങ്ങനെയാണ്. നാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എത്ര നൂറ്റാണ്ടുകൾ അന്ധകാരത്തിൽ കിടന്ന ഒരു ഇരുട്ടറയാകട്ടെ, ഒരു ഗുഹാമുഖമാകട്ടെ, പക്ഷെ വെളിച്ചത്തിൻ്റെ ഒരു തരി, ഒരു സ്ഫുരണം, ഒരു സ്പാർക്ക്, ഒരു നിമിഷാർദ്ധം കൊണ്ട് ആ ഇരുട്ടിനെ എല്ലാം ഭേദിക്കാവുന്ന തരത്തിൽ വെളിച്ചം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് വെളിച്ചം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിൻ്റെ
ആ വെളിച്ചം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ആന്തരികമായിട്ട് നമുക്ക് കിട്ടുന്ന വായന കൊണ്ട് നാം നേടിയെടുക്കുന്ന, ആർജിക്കുന്ന ഒരു ആത്മബോധത്തിൻ്റെ വെളിച്ചം. ഈ തിരി അണയുമ്പോഴാണ് എത്ര വെളിച്ചം പുറത്തുണ്ടെങ്കിലും, എത്ര തിരികൾ പുറത്ത് കത്തിച്ചാലും, എത്ര വിളക്കുകൾ പുറത്ത് എരിഞ്ഞാലും നമ്മൾ അന്ധകാരത്തിലേക്ക് കാണാത്തവരായിട്ട് കാണാക്കയങ്ങളിലേക്ക് പൂക്കൂട്ടും. ഇതിൻ്റെ ഒരു പ്രശ്നം സൂക്ഷ്മമായിട്ട് പറയുമ്പോൾ പല തലങ്ങളുണ്ട് അതിനകത്ത്. സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന മാറ്റം, സാമ്പത്തിക ബന്ധങ്ങളിൽ വരുന്ന മാറ്റം ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വിഷയത്തിൽ നമ്മൾ ഇന്ന് തൊടുമ്പോൾ അത് വായനയിൽ സംഭവിക്കുന്ന അപജയമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും പറയും, എന്തുകൊണ്ടിനാണ് വായിക്കുന്നത്, എന്താ വായിച്ചുകൊണ്ട്? ഈ ഒരു ചോദ്യമുണ്ട്, എന്തിന്, ഫോർ വാട്ട്, എന്താണ് അതിൻ്റെ ഉപയുക്തത? യൂട്ടിലിറ്റി തിയറിയിലാണ്. ഞാൻ നിങ്ങളോടൊരു വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ഒന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ചെന്നോട് പറയണം അവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാൻ. അപ്പൊ ആ തിയറി ഓഫ് യൂട്ടിലിറ്റിയിൽ നിന്നുകൊണ്ട് ഈ വായനയെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും നേടിത്തരുന്നില്ല. ഭൗതികമായ നേട്ടങ്ങളില്ല, സമ്പത്ത് നേടിത്തരുന്നില്ല, പദവി നേടിത്തരുന്നില്ല, അധികാരം തരുന്നില്ല. പിന്നെ എന്തിന്? ആ എന്തിന് എന്ന് പറയുന്ന ചോദ്യത്തെയാണ് നമ്മൾ സത്യസന്ധമായിട്ട് നേരിടേണ്ടത്. വായന ഓരോ മനുഷ്യനിലും വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന, അത് പ്രത്യക്ഷമായിട്ടൊരു ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല, പക്ഷെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുകയും അനുനിമിഷം നമ്മളെ മാറ്റി തീർക്കുകയും നമ്മളെ തന്നെ വിചാരണ ചെയ്യുകയും നമുക്ക് നമ്മുടെ ലോകത്തോട്, നമ്മുടെ പരിസരത്തോട്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളോട് ഒക്കെയുള്ള പുതിയ കാഴ്ചകൾ, പുതിയ തെളിച്ചങ്ങൾ, പുതിയ ബന്ധരൂപീകരണങ്ങളൊക്കെ ഉളവാകാനുള്ള വലിയ വലിയ പ്രവർത്തനമാണ്, വലിയ ആവേഗമാണ്, വലിയ ചാലക ശക്തിയായിട്ടാണ് ഒരു പുസ്തകം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്ന പോലെ ഒരു പുസ്തകം വായിച്ച ഞാനല്ല, വായിക്കുമ്പോഴത്തെ ഞാനല്ല, അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഞാൻ. വലിയ തരത്തിലുള്ള ഒരു മനപരിവർത്തനം അത് സംഭവിക്കുന്നുണ്ടോ എന്നത് വേറെ ചോദ്യമാണ്. അത് മറ്റൊരു അടിസ്ഥാന വായനയെ ബന്ധിപ്പിക്കുന്ന പുതിയ കാലത്ത് ചോദ്യം. എല്ലാ ക്ലാസിക്കുകളും വായിക്കുന്നു, എല്ലാ ഇതിഹാസങ്ങളും അറിയാം, എല്ലാ പുരാണങ്ങളും അറിയാം, എല്ലാ മതഗ്രന്ഥങ്ങളും അറിയാം. പക്ഷേ ഒരു വലിയ പക്ഷേയാണത്. എന്തിന്? ഒരു മനുഷ്യൻ അവൻ്റെ കണ്ണീര്, അവനിലേക്ക് കാരുണ്യത്തിൻ്റെ, അവനിലേക്ക് മൈത്രിയുടെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു കൈ നീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ലോക സാഹിത്യം മുഴുവൻ വായിച്ചരച്ച് കുടിച്ച് ഇരിക്കുന്ന ഒരു പണ്ഡിതനായിട്ടും എന്ത് കാര്യം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് വായനയെപ്പറ്റി വളരെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്നല്ല, നമുക്കൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊട്ടും ഒരു ദാർശനികമായ വായനയെ പറ്റിയുള്ള അത്തരത്തിലുള്ള ഒരു അക്കാഡമിക് പഠനമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രഭാഷണമല്ല എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നും ഞാൻ വിശ്വസിക്കട്ടെ. വല്ലപ്പോഴും കഥകൾ എഴുതുന്ന, കഥയെപ്പറ്റി ഒരു വലിയ വേറൊരു ധാരയും സങ്കല്പങ്ങളുമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് വായനയിലേക്ക് വരുന്നത്, വായന എത്രമാത്രം അതിനെ പരസ്പര പൂരകമായിരുന്നു എന്നൊക്കെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും മറ്റൊരു കാര്യം, നമ്മുടെ പുതിയ എഴുത്തുകാർ, പുതിയതോ പഴയതോ ആകട്ടെ, എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അത്യാവശ്യം എഴുതുന്നു, അത്യാവശ്യം പ്രസിദ്ധീകരിക്കുന്നു, പുസ്തകങ്ങൾ വരുന്നു, ചില പുരസ്കാരങ്ങൾ വരുന്നു, അല്പം അറിയപ്പെടുന്നു, ഒക്കെ ശരി. പക്ഷെ ഇവർ വായിക്കുന്ന, അതും ഒരു പ്രശ്നമാണ്. ഇവർ മറ്റൊരാളെയും വായിക്കാൻ കഴിയാത്ത തരത്തിൽ അടഞ്ഞ മനസ്സുകളായി പോയാൽ പിന്നെ ഇവരുടെ എഴുത്തിൽ എന്ത് വെളിച്ചമാണ് ഉണ്ടാകുക? അത് ഒരുപക്ഷെ അത്ര നമ്മുടെ സമൂഹം അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം ഞാൻ എഴുതുന്ന കഥ ഞാൻ തന്നെ വായിച്ച്, ഞാൻ തന്നെ രമിച്ച്, ഞാൻ തന്നെ മഹത്തരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള സെൽഫ് പ്രൊജക്ഷൻ്റെ, എന്നെ തന്നെ വിറ്റഴിക്കാവുന്ന ഒരു മാർക്കറ്റിംഗ് വിപണിയുടെ തന്ത്രമായിട്ട് പുതിയ കാലത്തിൻ്റെ എഴുത്തുകൾ മാറുന്നുണ്ട്. അതിന് സമാന്തരമായിട്ട് ഞാൻ പറഞ്ഞു പോകാം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആർപ്പുവിളികൾ. ഒരു വരി എഴുതുമ്പോഴേക്കും ഞാൻ ലോക സാഹിത്യത്തിൻ്റെ പട്ടികയിലാണ് ഞാനെന്ന് ഞാൻ തന്നെ വിശ്വസിച്ച് എനിക്ക് പറ്റുന്ന കുറേ ആളുകളെ കൊണ്ട് അത് പറയിപ്പിച്ച് എൻ്റെ ഒരു പുസ്തകം വരുമ്പോഴേക്കും ഈ പറയുന്ന പ്രകാശനങ്ങളുടെയും കവർച്ചിത്രം, അത് ഒരർത്ഥത്തിൽ ഒരു പരിധിവരെയോളം ഈ സമൂഹത്തെ അറിയിക്കുക എന്നൊരു കർത്തവ്യം അതിനകത്തുണ്ട്. അത് വിട്ടുകൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഉപജാപങ്ങൾ വായനയെയും എഴുത്തിനെയും വലിയ തരത്തിൽ പിറകോട്ട് വലിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇതിലൊക്കെ കണ്ട് വ്യാമോഹിച്ച് നമ്മളൊരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പറയുന്നതൊന്നുമില്ലല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ. ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ കാത്തിരുന്ന മുഹൂർത്തങ്ങളൊന്നും ഈ പുസ്തകത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ നിരാശയിലേക്ക്, അതോടുകൂടി തന്നെ വായനയെ തന്നെ വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്ന തരത്തിൽ, അതിൽ വലിയ ഒരു തരത്തിലുള്ള നിഷ്ഫലതാ ബോധത്തിലേക്ക് ചിലരെയെങ്കിലും ഇന്നത്തെ പുതിയ കാലത്തിൻ്റെ, അത് നമ്മുടെ തലമുറയല്ല,
നമ്മളെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 50കളോ 60കളോ പിന്നിട്ടൊരു തലമുറയെ അത് ബാധിക്കുന്നില്ല. പക്ഷേ പുതിയ തലമുറയെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതൊരു ജീവിത ശൈലിയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ, മൊബൈൽ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ലോകത്തെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അതുണ്ടാക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്. അതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ അറിവുകൾ നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ കാര്യം ലോകത്തിൻ്റെ എവിടെയിരുന്ന മനുഷ്യൻ കാണുകയാണ്, കേൾക്കുകയാണ്. സ്വപ്നത്തിൽ പോലും നമുക്ക് വിഭാവന കഴിയാത്ത തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയ വിസ്ഫോടനങ്ങൾ അനുനിമിഷം സംഭവിക്കുകയാണ്. സ്പേസിൽ പോയി ഹണിമൂൺ ആഘോഷിക്കണം, സ്പേസിൽ ഇപ്പോൾ പോകാൻ ഉള്ള ഒരാളുടെ സാങ്കേതികമായ ചില അവരുടെ യാത്ര നീട്ടിവെക്കുകയാണ്. അനുനിമിഷം അവിടെ നിന്ന് വരുന്ന ഛായാചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ നമ്മുടെ മുമ്പിലെത്തുകയാണ് മറ്റ് അന്യഗ്രഹ ജീവികളെ പറ്റി, അന്യഗ്രഹങ്ങളെ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ മനുഷ്യൻ മാറുന്നുണ്ട്, അനുനിമിഷം മാറുന്നുണ്ട്. ടെക്നോളജി വികസിക്കുമ്പോൾ പുതിയ തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, AI പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് എന്തും സാധ്യമാകാം. എന്താണ് സാധ്യമാകാത്തത് എന്ന് പറയുന്നൊരു വലിയ ചോദ്യമാണ് അവിടെ. എന്ത് സാധ്യമാണ്? ആർക്കും ആരെ പറ്റിയും എന്തും നമുക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മുടെ ശാസ്ത്രം, നമ്മുടെ സാങ്കേതികത്വം, നമ്മുടെ ടെക്നോളജി നമ്മുടെ പോക്കറ്റിലും. പക്ഷേ അത്രയൊക്കെ വികസിക്കുമ്പോഴും, ഞാൻ വീണ്ടും അത്രയൊക്കെ വികസിക്കുമ്പോഴും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള, നമ്മളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരു മനുഷ്യനെ നമ്മൾ അറിയാൻ വൈകുന്നു എന്നതാണ് കാര്യം. ലോകത്തിൻ്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരാളുടെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ആണ്, അറിയുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തെ തൊടുന്നില്ല. അത് പുറമോടിയിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള വളരെ ചില ജാർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, കേട്ടു എന്ന് നടിക്കുന്നു. കുതിരകളെന്ന് നടിക്കുന്ന കഴുതകളെന്ന് KGS പറഞ്ഞിട്ടുണ്ട്, KGSൻ്റെ ഒരു വരി. അങ്ങനെയാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മളെ തൊടുകയും നമ്മളെ സ്പർശിക്കുകയും നമ്മളെ പൊള്ളിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളോട് വിമുഖരാകുകയും, അതാണ് ഇന്നുണ്ടാകുന്നത്. ആ വിമുഖതയിൽ നിന്ന് വളരെ നിസ്സംഗമായ തരത്തിൽ നമ്മൾ ലോകത്തോട് മുഴുവൻ പ്രതികരിക്കുന്നു, അപ്പോൾ പ്രതികരിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു സ്യൂഡോ സോഷ്യൽ, എന്താ പറയുക, അത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ, വ്യാജമായ നിർമ്മിതിയുടെ നമ്മൾ പുറം വലയത്തിൽപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ യുദ്ധത്തിനെതിരെ പറയുന്നു, യുദ്ധം ആഘോഷമാക്കണമെന്നൊരു വിഭാഗം പറയുന്നു. വളരെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് ഇതിൻ്റെ ആഘാതം നമുക്ക് പിടികിട്ടുക. അതുവരെ നമുക്ക് ഈ സ്യൂഡോ വാചകങ്ങളിൽ നമുക്ക് അഭിരമിക്കാം. അതാണ് വലിയ എഴുത്ത്, അതാണ് വലിയ മാനവികത, അതാണ് മനുഷ്യത്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ വായന എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും എഴുത്തുപോലെ തന്നെ, എഴുത്തുകാരെ പറ്റി നമ്മൾ പറയും, അത് വളരെ ഏകാന്തമായിട്ടുള്ള എഴുത്തും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ഭാവനയും അവൻ്റെ അനുഭവങ്ങളും അവനും മാത്രം ചേരുന്ന ചില വർണ്ണരാജികളിൽ സംഭവിക്കുന്ന മായികമായിട്ടുള്ള വിസ്മയങ്ങളാണ് എഴുത്തെന്നൊക്കെ നമ്മൾ പറയുന്നു. പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. അതിൻ്റെ അക്കാഡമിക് നിർവചനങ്ങളിലേക്കല്ല പോകുന്നു. പോയട്രി എന്താണ്, ഏകാന്തയിലുള്ള കണ്ണീരാണോ, റവയാണോ, പോട്ടെ. അത് തന്നെയാണ് വായനയും സംബന്ധിച്ച്. എഴുത്തും വായനയും തമ്മിലുള്ള ഒരു ഇരുപുറമുണ്ടല്ലോ. എഴുത്തുകാരനില്ലെങ്കിൽ വായനക്കാരില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. വായനക്കാരനില്ലെങ്കിൽ എഴുത്തുകാരനും ഇല്ല. എങ്ങനെയാണ്? 100 പുസ്തകം എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും വായിച്ചതായിട്ട് ആ പുസ്തകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു പേജിൽ ഒരു വായനക്കാരൻ്റെ ഒരു വിരലില്ലെങ്കിൽ എഴുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അവിടെയാണ് ജീവിതവുമായിട്ട്, മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാത്ത എത്രയോ എഴുത്തുകൾ നമ്മളറിയാതെ ഇങ്ങനെ നിഷ്ഫലമായിട്ട് പോകുന്നുണ്ട്. 70 പുസ്തകം ഇറങ്ങി, 60 പുസ്തകം ഇറങ്ങി എന്നൊക്കെ ചിലരുടെ ജീവചരിത്രം വായിക്കാൻ കേൾക്കും. പക്ഷെ ഇതിൽ ഒരു പുസ്തകം പോലും നമ്മൾ കേട്ടിട്ടില്ലോ എന്നും തോന്നും. അവിടെയാണ് എഴുത്തുകാരൻ എത്രയോ ദൂരെയാണെന്ന് നമുക്ക് തോന്നുക. അപ്പോൾ എഴുത്തുപോലെ തന്നെ നമ്മളാക്കുന്ന നമ്മൾ മാത്രമാണ് അവിടെ, മറ്റൊരാളില്ല. ഒരു വായനക്കാരൻ, ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഇപ്പം ഞാൻ നാളെ പോകുന്നു, എന്നെ കുറച്ച് പേര് പരിചയപ്പെടുന്നു, ഇദ്ദേഹം ചില കഥകൾ എഴുതിയിട്ടുണ്ട്, ശരി, ഒരു കഥാപുസ്തകം എടുക്കാം, മറച്ചു നോക്കാം. വായിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ മാത്രമേ ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദം നിലക്കുള്ളൂ, ആ ഉടമ്പടിയുള്ളൂ. അടുത്ത പേജിലേക്ക്, അടുത്ത പാരഗ്രാഫിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിലെ എഴുത്ത്, അതിലെ സാഹിത്യം, അതിലെ ജീവിതം, അതിലെ അനുഭവം നിങ്ങളെ വായിപ്പിച്ചിരിക്കുക തന്നെ വേണം. അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. അല്ലെങ്കിൽ അത് രാജൻ്റെയാണ്, ഒക്കെ കൊള്ളാം, ശരി, മടക്കി വയ്ക്കാം. അത് ഏത് എഴുത്തുകാരൻ, ഞാൻ എന്നെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് മാത്രം വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഏതൊരു എഴുത്തുകാരനും ഈ ഒരു ബാധ്യതയുണ്ട്. അറിയാത്ത വായനക്കാരാ നീ അറിയുന്നുവോ നീറുമെന്നുള്ളിലെ നക്ഷത്രവീര്യം എന്ന ഐബോണിക്കൽ ചോദിച്ചിട്ടുണ്ട്. വായനക്കാരനോടാ ചോദ്യം. നീറുമെന്നുള്ളിലെ നക്ഷത്രവീര്യം നിനക്ക് മാത്രം അറിയുന്ന
ഏതോ ഒരു വായനക്കാർ, അജ്ഞാതനായിട്ടുള്ള, നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേൾക്കാനിടയില്ലാത്ത, എവിടെയോ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഈ പുസ്തകത്തിലെ വരികൾ, ഒരു കഥ, ഒരു കവിത, ഒരു 2 വരികൾ അവൻ ഏറ്റെടുക്കും. ഇപ്പൊ ഈ വായുവിൽ എത്രയോ തരംഗദൈർഘ്യങ്ങൾ സഞ്ചരിക്കുന്നു അല്ലെ? സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. പലതരത്തിലുള്ള, പല ആവേഗങ്ങളുള്ള, ഒരുപാട് വേഗങ്ങളുള്ള ശബ്ദവീചികൾ കടന്നു പോകും. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. നമ്മുടെ റിസപ്റ്റീവായിട്ടുള്ള, നമ്മുടെ ട്യൂണിങ്ങായിട്ട് അത് ചേർന്ന് പോകുന്നില്ല. ആ റിസീവിങ് മനസ്സ്, ആ റിസപ്റ്റീവായിട്ടുള്ള നമ്മുടെ മനസ്സും ട്യൂണിങ് ഫോർക്കും പോലെ ചേർന്ന് പോകുമ്പോഴാണ് നമ്മൾ ചില ശബ്ദവീചികൾ കേൾക്കുന്നത്. അതുപോലെയാണ് ചില വാക്കുകളും ചില വരികളും കവിതകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് ഞാനാണല്ലോ, എൻ്റെ അനുഭവമാണല്ലോ, ഞാൻ എഴുതേണ്ടതായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു പോയ ജീവിതത്തെ പറ്റിയാണല്ലോ ഈ മനുഷ്യൻ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു അപാരമായ സാത്മീകരണം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ സാത്മീകരണത്തിലേക്ക് എത്തുമ്പോഴാണ് എഴുത്ത് വായനക്കാരൻ്റെതായിട്ട് മാറുന്നത്. അങ്ങനെ മാറ്റാൻ കഴിയുന്നിടത്താണ് എഴുത്തുകാരൻ്റെ വിജയം. അതാണ് മഹത്തായ എഴുത്തുകാർ അങ്ങനെ നിൽക്കുന്നത്. ഒരു കൊട്ടും ഘോഷവും ഇല്ലാതെ എത്രയോ ആളുകളുടെ, എഴുത്തുകാരുടെ പേരുകൾ ഒറ്റ ശ്വാസത്തിൽ നമുക്ക് മലയാളത്തിൽ പറയാനുണ്ടാവും അല്ലേ? ഒരു തലമുറയായ തന്നെ മറന്നുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ ക്രോണോളജി ഒന്നും ക്രമാനുഗതമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മലയാള കഥയുടെ തുടക്കം, മാറ്റം, വികാസം, അല്ലെങ്കിൽ കവിതയുടെ തന്നെയല്ല, ഒരു പറ്റം എഴുത്തുക, MT ആവട്ടെ, മാധവകുട്ടി ആവട്ടെ, കാക്കനാടാവട്ടെ, OV വിജയനാകട്ടെ, ഇങ്ങനെ പത്മരാജനാകട്ടെ, എവിടെയും തൊടാവുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കവിതയാകട്ടെ, ചങ്ങമ്പുഴയാവട്ടെ, എത്ര പേരുകൾ, ഈ പേരുകൾ നമ്മൾ പേഹത്ത് പറയാല്ല, ആ പേരുകൾ നമ്മുടെ അകത്ത് കെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പല കാലങ്ങളിൽ. അപ്പൊ എഴുത്തിൽ സംഭവിക്കേണ്ട വലിയ ഒരു ആത്മാർത്ഥതയെ പറ്റിയാണ് ഞാൻ പറയാൻ തുടങ്ങി. എഴുത്തിൽ സംഭവിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. എൻ്റെ ഹോണസ്റ്റി, എൻ്റെ സത്യസന്ധമായിട്ട് ഞാൻ വയ്ക്കുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് സത്യസന്ധമായിട്ട് അനുഭവിക്കാം, തോന്നാം. അതർവൈസ് അത് നമുക്ക് മാറ്റി സെക്കൻഡറി ആയിട്ട് തോന്നാം. അത് ക്രാഫ്റ്റ് ഒരു കയ്യിലുള്ള ഒരാൾക്ക് എങ്ങനെയോ എഴുതാം. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, കാരണം ഇതൊരു സാഹിത്യപരമായ ശില്പശാല മാത്രമല്ല, ഇതൊരു പൊതു ടോക്കാണ്. ക്രാഫ്റ്റ് കൊണ്ട് നമുക്ക് പല ഗിമ്മിക്കുകളും കാണിക്കാം, എഴുതിക്കൊണ്ടേയിരിക്കാം, എത്രയും എഴുതാം, അത് മറ്റൊരു വശമാണ്. പക്ഷേ വായനക്കാരൻ എന്ന ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പുസ്തകം, മാധവിക്കുട്ടിയുടെ ശർക്കര പായസം, നെയ്പായസം, അല്ലെങ്കിൽ MTയുടെ ഒരു കഥ കർക്കിടകം, അല്ലെങ്കിൽ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു തലമുറ ആകെ കോരിത്തിരിക്കുകയാണ്. വളരെ നിർഭാഗ്യവശാൽ നമ്മൾ ആരോടാണ് ഈ പറയുന്നത്? ഒരു 30 വയസ്സോ 35 വയസ്സായ ഒരു കുട്ടിയോടോ ചെറുപ്പക്കാരനോടോ നമ്മൾ ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നത്ര ആഘാതം ആ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം അവൻ്റെ ജീവിതം മാറിയിരുന്നു, അവൻ അനുഭവങ്ങൾ മാറുന്നുണ്ട്, അവൻ്റെ ഭാഷ മാറുന്നുണ്ട്. അതുകൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വായിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ടൂളാണ് ഭാഷ. ഈ ഭാഷയില്ലെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്വരമാധുര്യം തിരിച്ചറിയാനാവില്ല. അക്ഷരമാല പഠിച്ച് മനുഷ്യന്റെ കഷ്ടനഷ്ടങ്ങൾ കൂട്ടി വായിക്കുക എന്ന് ചുള്ളിക്കാട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അക്ഷരമാല പഠിക്കുന്നത് എന്തിനാ? ജീവിതത്തെ പറ്റി, അതിൻ്റെ കഷ്ടനഷ്ടങ്ങളെ പറ്റി, അതിൻ്റെ സുഖദുഃഖങ്ങളെ പറ്റി, അതിൻ്റെ കൊടുക്കൽ വാങ്ങുകളെ പറ്റി, അതിൻ്റെ ആമോദങ്ങളെ, അതിൻ്റെ വേദനകളെ, സങ്കടങ്ങളെ, ശാപങ്ങളെ എല്ലാം, പ്രണയമായാലും മരണമായാലും യുദ്ധമായാലും അങ്ങനെയുള്ള വളരെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ നമുക്ക് കാണാവുന്ന ജീവിതത്തിൻ്റെ ശ്രദ്ധ ചിത്രങ്ങളെ എല്ലാം കൂട്ടി വായിക്കാനാണ് അക്ഷരം, വാക്ക് ഉച്ചരിക്കപ്പെടുന്നത്. പക്ഷെ ഈ വാക്കുമായിട്ട് നമുക്കൊരു താതാൽപ്യപ്പെടാൻ പറ്റുന്നില്ല പുതിയ തലമുറയ്ക്ക്. അക്ഷരം കൃത്യമായിട്ട് അതിപ്പോൾ പഴയ സ്കൂളുകളിലൂടെ, പഴയ പാഠ്യപദ്ധതിയിലൂടെ പഠിച്ചു വരുന്നവർക്ക് മാത്രമേ ഭാഷയും സാഹിത്യവും അതിൻ്റെ ഔന്നത്യങ്ങളിൽ മനസ്സിലാക്കൂ എന്നൊന്നുമില്ല. അതിൻ്റെ യാതൊരു ശാഠ്യവും ഇല്ല. സ്കൂളിൽ പോകാത്തവരും ഭാഷ കൈകാര്യം ചെയ്തിരുന്നു അല്ലേ? അക്കാഡമിക്കായിട്ട് വളരെ വലിയ ഉന്നത പദവികളൊന്നും ഇല്ലാത്തവർ എത്രയോ വലിയ എഴുത്തുകാരുണ്ട്. ബഷീറൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. എല്ലാ ഗ്രാമറിലെ എല്ലാ വ്യാകരണത്തെയും തകിടം മറിച്ചുകൊണ്ട് പുതിയ ഭാഷ സൃഷ്ടിക്കുന്നു. പുതിയ തരത്തിലുള്ള എന്താ പറയുക, മനുഷ്യരെ മുഴുവൻ അന്ധാളിപ്പിക്കുന്ന തരത്തിൽ ചില പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നും വെക്കാബുലറിയിലോ വ്യാകരണബദ്ധമായ രീതിയിലോ അല്ല സാഹിത്യം ഉണ്ടാകുന്നത്. പക്ഷേ വായിക്കാൻ കഴിയണം, ലിപികൾ ഉണ്ടാവണം. ലിപികളെ കൂട്ടിവെച്ചാൽ ഇപ്പം എനിക്ക് പലപ്പോഴും വളരെ പേഴ്സണലായിട്ട് ചില അനുഭവങ്ങൾ പറയാം. പുതിയ തലമുറയുടെ ഈ വിഷ്വൽ മീഡിയയിൽ നമ്മൾ ന്യൂസൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കാം, ശേഷം എന്ന് കേൾക്കാൻ നമുക്ക് കൊതി തോന്നും. ശേഷം എന്നേ പറയുള്ളൂ. ഞാനപ്പോൾ അത് പലതരത്തിലുള്ള ഇവരെയും കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇങ്ങനൊരു സാമാന്യത ഇവർക്ക് വരുന്നു? പല ചാനലുകളും മാറിപ്പറ്റി നോക്കി, ഒരു സമയത്തിൻ്റെ കൗതുകം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചില അധ്യാപകർ നോക്കി, ഈ
ഷായും ഷായും തമ്മിലുള്ള വ്യത്യാസമോ അതിന്റെ ഉച്ചാരണ ഭേദമോ അതിന്റെ ലിപി വ്യത്യാസമോ പുതിയ തലമുറ വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല. വൊക്കാബുലറി വാക്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ അർത്ഥത്തിലേക്കും ആഴത്തിലേക്കും വരുമ്പോൾ ഈ വാക്കുകളുടെ വ്യത്യാസം ഷായും ഷായും ശേഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ പുതിയ കുട്ടികൾക്ക് ഒരു പ്രയാസമില്ല, അവരത് ഉൾക്കൊള്ളുന്നു, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ എത്രയോ വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. മലയാള ഭാഷയും സാഹിത്യവും വായനയും എഴുത്തും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പര ബന്ധിതരായി കിടക്കുന്ന ഒരു ചങ്ങലക്കണ്ണിയിലെ വിഷയങ്ങളായതുകൊണ്ടാണ് ഞാൻ മാറി മാറി പറയുന്നത്. അപ്പോൾ ഭാഷ എന്ന് പറയുന്ന ഈ അടിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ്, മലയാളത്തിലാണ്, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാൻ ഭയക്കേണ്ടതുണ്ട്. അത് ഒരു ഘട്ടത്തിൽ വന്ന ഒരു ഇംഗ്ലീഷ് അതിനോടൊക്കെയുള്ള വലിയ അദമ്യമായിട്ടുള്ള ആഗ്രഹം, അതിലേക്ക് കുട്ടികളെ നിർബന്ധിതപൂർവ്വം നമ്മൾ തള്ളിവിടുന്നു. അതൊക്കെ മാറി ഒരു ഘട്ടത്തിൽ തിരിച്ചു വരാൻ തുടങ്ങി. പൊതുവിദ്യാഭ്യാസം കൊണ്ടുവന്നു, സാധാരണ സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി, മലയാളം പഠിക്കണമെന്ന് തോന്നി. പക്ഷെ അങ്ങനെ വരുമ്പോഴും അതിലേക്ക് അവരെ കോർത്തിടാവുന്ന തരത്തിൽ, അതിലേക്ക് അവരെ ആകർഷിക്കാവുന്ന തരത്തിൽ നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാഠ്യപദ്ധതികൾ അനുകൂലമായ തരത്തിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ടോ, അതിനനുസൃതമായിട്ടുള്ള അധ്യാപകർ കേരളത്തിലുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മലയാളത്തോട് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു അവജ്ഞ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേണമെങ്കിൽ മതി, ഇത് അത്രമാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് പറയാവുന്ന ഒരു സെക്കൻഡറി മനോഭാവം. ഒരു ഭാഷയും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഭാഷയും നമുക്ക് അന്യമല്ല. ഏത് ഭാഷയിലും മാത്രമായിട്ടുള്ള ജീവിതമുണ്ട്, ക്ലാസിക്കുകളുണ്ട്, സാഹിത്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ആദാന പ്രധാനങ്ങൾ നടന്നിട്ടുണ്ട്, എത്രയോ പദങ്ങൾ കയറി വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഗവേഷണം ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ ചില പ്രബന്ധങ്ങൾ വായിക്കുമെന്ന് മറിച്ച് നോക്കിയാൽ അറിയാം എത്ര വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന്, എത്ര വാക്കുകൾ തമിഴിൽ നിന്ന്, എത്ര വാക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് ഒക്കെ കയറി വന്നതാണ് ഈ മലയാളം. അല്ലാണ്ട് ഇത് വളരെ റിജിഡായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു ശിലാരൂപമായിട്ടുണ്ടായത് ഒന്നല്ല. ലോകത്ത് ഒരു ഭാഷയും അങ്ങനെയല്ല. കൊടുക്കൽ വാങ്ങലുകളുടെ, നമ്മുടെ വ്യവസായവും വാണിജ്യവുമായിട്ടുള്ള നമ്മുടെ യാത്രകളുടെ ഭാഗമായിട്ട് പുതിയ സംസ്കാരം വരുന്നു, പുതിയ ഭാഷ കയറി വരുന്നു. അതൊക്കെ അങ്ങനെയാണല്ലോ ജീവിതം മാറുന്നത്, ലോകം മാറുന്നത്. അപ്പോ ഇങ്ങനെ ഇത്രമാത്രം അവജ്ഞയോടും വേണമെങ്കിൽ മതി എന്ന് പറയുന്ന ഒരു മനോഭാവത്തോടും കൂടി മലയാള ഭാഷയെ സ്വീകരിക്കാൻ നമ്മുടെ തലമുറ എന്തുകൊണ്ട് പാകപ്പെട്ടു എന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ലോകത്തൊരിടത്തും കാണില്ല, ഇന്ത്യയിൽ തന്നെ കാണില്ല, തമിഴ്നാട്ടിൽ നോക്കിയാൽ കാണില്ല, ബംഗാളിയെ നോക്കിയാൽ കാണില്ല. രവീന്ദ്ര സംഗീതം പറയാത്ത, രവീന്ദ്രനാഥ ടാഗോറിന്റെ 4 വരിയെങ്കിലും പറയാത്തൊരു ബംഗാളി കുട്ടിയുണ്ടാകില്ല. മനസ്സിലാക്കേണ്ട കാര്യമാണത്. തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ 4 വരി പാടാൻ അറിയാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല, സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലായിരുന്നു, വലിയ വലിയ അക്കാഡമിക് യോഗ്യതകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആശാനെയോ ഉള്ളൂരിനെയോ വള്ളത്തോളയോ അങ്ങോട്ട് പഴമയിലേക്കൊന്നും പോകണ്ട, ഈ ആധുനിക ക്ലാസിക് കവികളെ പറ്റി തന്നെ ചോദിച്ചാൽ എത്ര പേർക്ക്, എത്ര കുട്ടികൾക്ക് ഉച്ചാരണ ശുദ്ധിയോടുകൂടി, അർത്ഥ സമ്പുഷ്ടതയോടുകൂടി, അർത്ഥം അറിഞ്ഞുകൊണ്ട് 4 വരി ചൊല്ലാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. ബൈഹാർട്ട് പഠിക്കുന്നുണ്ടാവും ചിലപ്പോൾ, ചില മത്സരം, യൂത്ത് ഫെസ്റ്റിവലുകൾ അല്ലെങ്കിൽ സ്കൂളുകളിലെ ചില മത്സരങ്ങൾ, അതിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ അത് വിട്ടുകൊണ്ട് അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന തരത്തിൽ കവിതയോ കഥയോ മറ്റെഴുത്തുകളോ കടന്നു വരാത്തിടത്താണ് തികച്ചും ഒറ്റപ്പെടുന്ന, ഭീകരമായ, നേരത്തെ പറഞ്ഞ ഒരു വിളക്കിനും മാറ്റിയെടുക്കാൻ കഴിയാത്ത, ഒരു വെളിച്ചത്തിനും തീർത്തെടുക്കാൻ കഴിയാത്തൊരു അന്ധകാരം മനസ്സിലേക്ക് കയറി വരുന്നത്. ഈ അന്ധകാരം ഒറ്റപ്പെടലാണ്, വലിയ ഏകാന്തതയാണ്, മറ്റൊരാൾ നമുക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ ആത്മശൈഥല്യത്തിലേക്കാണ് അത് എത്തിക്കുക. എനിക്ക് എന്നോട് പറയാൻ, എനിക്ക് എന്നെ കേൾക്കാൻ ഒരാളില്ല, എൻ്റെ സങ്കടങ്ങൾക്ക്, എൻ്റെ സന്തോഷങ്ങൾക്ക് ഒരു കേൾവിക്കാരനില്ല. ഞാൻ മാത്രമായിട്ട് പോകുന്നൊരു ജീവിതം. ഇത് എത്ര കാലം പോകും? അപ്പോഴാണ്, അവിടേക്കാണ്, അത്തരം കുരുന്നുകളിലേക്കാണ് പുതിയ കാലത്തിൻ്റെ ചില അബദ്ധ സഞ്ചാരങ്ങൾ കയറി വരുന്നത്. അത് ലഹരിയാകട്ടെ, മറ്റു തരത്തിലുള്ള ഉപഭോഗങ്ങളാകട്ടെ, മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങളാകട്ടെ, പലതും പല തരത്തിൽ പല കോമ്പിനേഷൻസിൽ കയറി വരികയാണ്. എളുപ്പം അവരെ വശീകരിക്കാൻ കഴിയുന്നു. കാരണം അവൻ്റെ ഒറ്റപ്പെട്ട, അവനാരോടും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വലിയ ജീവിതത്തിൽ, മനുഷ്യ സമുദായത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും ആദ്യകാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ പോലും ഈ വാക്ക്, ഉച്ചാരണം, സ്പർശം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിലേക്ക് പകർന്നു കൊടുത്ത അവനവൻ്റെ അനുഭവങ്ങളുടെ ചൂടുണ്ട്. അത് തന്നെയാണ് പുതിയ കാലത്ത് ലിപിയായിട്ട്, എഴുത്തായിട്ട്, സാഹിത്യമായിട്ടൊക്കെ മാറിയത്. അപ്പൊ ഇങ്ങനെ പറയാൻ കഴിയാതെ വിങ്ങിക്കെട്ടി കിടക്കുന്നിടത്താണ് നമ്മളൊക്കെ പറയുന്ന പോലെ ജീർണാവസ്ഥ ഉണ്ടാകുക.
ഈ ജീർണാവസ്ഥയിലാണ് നവോത്ഥാന കാലത്തിന്റെ തിരിച്ചടികൾ ഉണ്ടാകുക. ആ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നത് എന്താ നവോത്ഥാനം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മനുഷ്യനായിട്ടും അവൻ്റെ തൊഴിലല്ല, അവൻ്റെ അധികാരമല്ല, മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാനം ഒന്നാണ്, അവൻ്റെ ജീവിത കാമനകൾ ഒന്നാണ്, അവൻ്റെ അനാട്ടമി ഒന്നാണ്, ശരീരശാസ്ത്രം ഒന്നാണ്, അവന് രോഗം വന്നാൽ അവൻ്റെ ചികിത്സ ഒന്നാണ്. ആ തരത്തിലുള്ളൊരു ഒരുമയും ഐക്യവും ഉള്ള ഒരു മനുഷ്യനെ പല തലങ്ങളിലേക്കും പല ക്ലാസിഫിക്കേഷനുമായിട്ട് തരംതിരിവുകളിലേക്കും മാറ്റിക്കെട്ടുന്ന ഏതോ കാലത്തിൻ്റെ എന്താ പറയുക തകർന്നടിഞ്ഞുപോയ പൊയ്വിശ്വാസങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് പ്രത്യാനയിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യാനയിക്കുകയാണ്. തകർന്ന് തരിപ്പണായി പാട്ടകൊട്ടി നമ്മൾ മാറ്റിക്കളഞ്ഞ ഒരു കാലത്തെ പിടിച്ച് വലിയ അഭൂതപൂർവമായ വർണ്ണ പരിവേഷണങ്ങളോടുകൂടി വർണ്ണശബളിമയോടുകൂടി വീണ്ടും കൊണ്ടുവരിക. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ആ കൊണ്ടുവരുന്നതിൽ കലയും സാഹിത്യവും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പുരാണ ഇതിഹാസങ്ങളുടെ ആഖ്യാനം എന്നൊക്കെ വളരെ ലളിതവൽക്കരിച്ച് പറയുമ്പോഴും ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വളരെ വിധ്വംസകരമായിട്ടുള്ള വിഷം പ്രത്യക്ഷത്തിൽ തിരിച്ചറിയില്ല. കാണാൻ എന്ത് രസം, കേൾക്കാൻ എന്ത് സുഖം എന്ന മട്ടിൽ നമ്മൾ വളരെ ലളിതമായിട്ട് അതിനെടുക്കും, സ്വീകരിക്കും. ആ സ്വീകാര്യതയിലാണ് അതിൻ്റെ ചതി ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരേ സമയം ഒരു വായനക്കാരൻ ഒരുപാട് ജാഗ്രതകൾ പുലർത്തേണ്ട ഒരു കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വായിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സെലക്ഷൻ മുമ്പിലുണ്ട്. കാരണം അത്രയധികം ആളുകൾ എഴുതുന്നുണ്ട്, അത്രയധികം സാഹിത്യത്തിന്റെ തന്നെ ഞാൻ പറയുമ്പോൾ അത് സാഹിത്യമല്ല, കഥയോ കവിതയോ ഒന്നുമല്ല, അല്ലാതെ തന്നെ ലോകവിജ്ഞാനത്തിന്റെ എത്രയെത്രയോ ശാഖകൾ, എത്രയെത്രയോ കേൾക്കാത്ത പുതിയ തരത്തിലുള്ള കോഴ്സുകൾ, പാഠ്യഭാഗങ്ങൾ ഒക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യായുസ് തീർക്കാൻ കഴിയുമോ? ജീവിച്ചു തീരില്ല. അപ്പൊ നമ്മൾ തന്നെ വളരെ മോഹത്തോടു കൂടി വാങ്ങിവെച്ച പല പുസ്തകങ്ങളും ഒന്ന് തൊട്ടു നോക്കി രുചിച്ചു നോക്കി മാറ്റി വെച്ച എത്രയോ പുസ്തകങ്ങൾ ഉണ്ടാകാം നല്ല വായനക്കാരുടെ എല്ലാ വീട്ടിലും. അതൊന്നും നമുക്ക് എല്ലാം പക്ഷെ എല്ലാം വായിക്കാതെ തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സാമൂഹ്യ അവബോധമാണ് പൊതുവായിട്ടൊരു വായനയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മേന്മാന്ന് വിചാരിക്കുന്നത്. ആ അവബോധം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരാളുടെ ഒരു കഥയിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കവിത അങ്ങനെയല്ല. അത് പൊതുവായിട്ട് നമുക്കൊരു വായനാ സംസ്കാരം തരുന്ന വലിയ ഉണർവുണ്ട്. ആ ഉണർവ് വായന കൊണ്ട് മാത്രമാണോ? അല്ല. പക്ഷെ മറ്റ് സാമൂഹ്യ പരിവർത്തന ഘടകങ്ങൾ, അന്നത്തെ തികച്ചും സാംസ്കാരികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, ഇതൊക്കെ അതിന് അനുപൂരകങ്ങളാണ്. അതിനോടൊപ്പമാണ് നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഈ ധാര കടന്നു വരേണ്ടത്. ഈ ധാരയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഴകിപ്പോകും. ഏത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയാലും ആ മുന്നേറ്റത്തിന്റെ ഫലം എന്തായിരുന്നു, ആ മുന്നേറ്റം വരുമ്പോഴത്തെ ചരിത്രം എന്തായിരുന്നു, അതിന്റെ മാറ്റങ്ങൾ എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ടൂളാണ് വായന. ആ വായന നഷ്ടപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായനയുടെ ആ ഒരു കണ്ടിന്യൂറ്റി, അതിൻ്റെ നൈരന്തര്യം കട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അതിലേക്ക് എന്തും നമുക്ക് പുറത്തുനിന്ന് പമ്പ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. ആ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിലൊന്നും അല്ല സംഭവിക്കുക. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ എടുത്തു നോക്കിയാൽ അറിയാം, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്പുറവും ഇപ്പുറവും ബന്ധങ്ങളിൽ, കുട്ടികളുടെ ജീവിതത്തിൽ, പുതിയ കാലത്തെ ഡൈവോഴ്സുകൾ ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പുതിയ കാലത്തെ ഡൈവോഴ്സ് നമുക്കറിയാം. നമ്മുടെ തലമുറയ്ക്കും ബന്ധങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വിയോജിപ്പുകളുണ്ട്, വിമർശനങ്ങളുണ്ട്, വേർപിരികളുണ്ട്. ഇതൊന്നുമില്ലാത്ത വളരെ സുമോഹനമായിട്ടുള്ള ജീവിതം ഭൂതകാലമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ ഒട്ടും ആശാസ്യമായ ഒന്നുമില്ല. വളരെ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മകളുടെയും അവമതികളുടെയും കുറച്ചുപേരുടെ വലിയ അഹങ്കാരത്തിന്റെയും ഹുങ്കിന്റെയും കീഴിലാണ് അവിടെ ജീവിതം പോയിരുന്നത്, അല്ലെ? ഭൂരിപക്ഷം അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായിട്ടുള്ള ജനവിഭാഗങ്ങളെ, തൊഴിലാളികൾ, കർഷകര്, വ്യവസായ തൊഴിലാളികൾ ഒക്കെ എവിടെയാണ് ജീവിതത്തെപ്പറ്റി അവർക്ക് നല്ല വാക്കും നല്ല ഓർമ്മയുള്ളത്? അതിൽ നിന്നൊക്കെ മാറി ഈ കാലം പണിതുയർത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ആശയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, നവോത്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെ മുന്നേറ്റങ്ങളൊക്കെ കൊണ്ട് നേടിത്തന്ന ഇന്നത്തെ ഈ ഭൗതികമായിട്ടുള്ള ഈ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോഴാണ് ആശയദാരിദ്ര്യം സംഭവിക്കുന്ന ലോകത്തിലേക്ക് എങ്ങനെയാണ് നവോത്ഥാനത്തെ തിരിച്ചിടാൻ, മനുഷ്യൻ നേടിയതിനെല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള പുരാണങ്ങളായിരുന്നു സത്യം
എന്താ പറയാ, രാമൻ ജനിച്ചത് അവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന പോയിന്റിൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള വിടുവായുത്തങ്ങൾ വാസ്തവമായിട്ട് പുതിയ സത്യങ്ങളായിട്ട് പുതിയ ജ്ഞാനമായിട്ട് പുതിയ തലമുറയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, രാമായണം എന്ന് പറയുന്ന ക്ലാസിക് ഇതിഹാസം ശരിക്കും എല്ലാ മനസ്സിലും വായനക്കാരുടെയും കേട്ടവരുടെയും കേട്ടിട്ടാണ്. വാമൊഴിയിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട്, എഴുത്തിലൊന്നല്ല. എഴുത്തൊക്കെ എത്രയോ കാലത്തിന് ശേഷം ലിപികളൊക്കെ വരുന്നത് നമുക്കറിയാം. അപ്പൊ ലിപികൾക്ക് മുമ്പ് വാമൊഴിയായിട്ട് പാടിപ്പാടി നൂറ്റാണ്ടുകൾ പാടിപ്പറഞ്ഞ പതിഞ്ഞ കഥകൾ, ആഖ്യാനങ്ങൾ, പുരാണങ്ങൾ, പുരാവൃത്തങ്ങൾ ഒക്കെ ചരിത്രവൽക്കരിക്കുകയാണ്, ചരിത്രത്തിന്റെ ഭാഗമാക്കി. ഇതാ ഇന്ന സ്ഥലത്ത് ബാക്കിയുള്ള അടയാളങ്ങൾ എന്ന് പറയുന്ന വിശുദ്ധ പ്രഖ്യാപനങ്ങളായിട്ട് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുകയാണ്. ഇത് വലിയ ട്രാജഡി ആണ് എന്ന് ഞാൻ ആവർത്തിക്കേണ്ടതില്ല. ഈ ട്രാജഡിയുടെ ദുരന്തങ്ങളാണ് ഇന്നത്തെ ഇന്ത്യ അനുഭവിക്കുന്നത്. ആ ദുരന്തത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, എനിക്ക് എൻ്റെ സമയപരിധി അറിയില്ല എത്രമാത്രം, ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാരണം വായന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മതി ഒറ്റ കാര്യം മാത്രം, വായിക്കൂ വായിക്കൂ എന്ന് നമ്മൾ പുതിയ കുട്ടികളോട് പറഞ്ഞ് ഇതിപ്പോ എന്ത് വായനയാ? നമുക്കൊന്നും ഇല്ലാത്ത സൗകര്യങ്ങളിൽ നിന്ന് ഏത് ഉൾനാടൻ ഗ്രാമത്തിൽ പോയാലും ഉണ്ട് അല്ലെ. സ്കൂൾ കുട്ടികൾക്ക് ലൈബ്രറി ഉണ്ട്, പഞ്ചായത്ത് തോറും ലൈബ്രറി ഉണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ഗ്രാമങ്ങളിൽ 1, 2, 3 ലൈബ്രറികളുടെ കുറവോ പുസ്തകങ്ങളുടെ കുറവോ ഒന്നുമല്ല. ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ അട്ടിയായിട്ട് കിടപ്പുണ്ട്. കാറ്റലോഗ് പോലും നോക്കിയാൽ നമ്മൾ പേടിക്കും, ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടോ. ഭാരവാഹികൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല. പക്ഷെ ആർക്കും വേണ്ട, വരുന്നില്ല. ഒരു പുസ്തകം അന്വേഷിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടന്ന ഒരു ബാല്യം നമുക്കൊക്കെ ഉണ്ട്. കേരളത്തിലെ മാത്രമായ എഴുത്തുകാർക്കുണ്ട്. FD ഒക്കെ പറയും, ഞാൻ FD ഉദ്ധരിക്കുക, FD മഹാനായ ഒരു എഴുത്തുകാരനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ആ വശത്തേക്ക് പോകുന്നില്ല, FDയുടെ എഴുത്തിന്റെ വശത്തേക്കല്ല. പക്ഷെ FDയിലെ വായനക്കാരൻ പഠിക്കേണ്ടതാണ്. പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതാണ്. പുതിയ കാലത്തിന്റെ എഴുത്തുകാർ എത്രമാത്രം നിഷ്ഠയോടുകൂടിയാണ് അദ്ദേഹം വായിച്ചിരുന്നത്, പുസ്തകങ്ങൾ തേടിപ്പിടിച്ചിരുന്നത്, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നത്. 5-8 കിലോമീറ്റർ നടന്ന് കുന്നു കയറിയിട്ടാണ് അക്കിത്തം മനക്കൽ അച്യുത നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലുള്ള മനക്കിലുള്ള അന്നത്തെ അമൂല്യങ്ങളായുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ദാനം പോലെ വാങ്ങി 2 ദിവസം കൊണ്ട് വായിച്ച് തിരിച്ചു കൊടുത്ത് പുതിയ പുസ്തകം വാങ്ങുക. ക്ലാസിക്കുകളൊക്കെ അങ്ങനെയാണ് MP വായിച്ചത്. 10ാം ക്ലാസ് പഠിച്ച് 11ാം ക്ലാസ്സിലേക്ക് പോകാം, റീഡിങ്ങിലേക്ക് പോകാം, പൈസ ഇല്ലായിരുന്നു, ദരിദ്രമായിരുന്നു, പണമില്ലായിരുന്നു. അപ്പൊ ഒരു കൊല്ലത്തെ പഠിപ്പ് മുടങ്ങി. ആ ഒരു കൊല്ലത്തെ പഠിപ്പ് മുടങ്ങിയിൽ നിന്നാണ് അദ്ദേഹം ലോകസാഹിത്യം മുഴുവൻ ചവിട്ടിക്കയറിയത്, വായിച്ചു കൂട്ടിയത്. എപ്പോഴെങ്കിലൊക്കെ വായിച്ചു നോക്കണം. അപ്പൊ ആരും നമ്മൾ കാണുന്ന പറയും വെള്ളി വെളിച്ചത്തിൽ ഇറങ്ങി വന്നുവെന്നല്ല. അവരുടെ ശ്രമം ഒരു 12 മണിക്കൂറെങ്കിലും വായിച്ചെങ്കിൽ ജീവിതത്തിൽ ഒരു മിസ്സിംഗ് ആണ്, ജീവിതത്തിൽ ഒരു അസ്വാസ്ഥ്യമാണ്, ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്, പേഴ്സണലായിട്ടും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു, വായിക്കാൻ കഴിയുന്നില്ല. എഴുതാൻ കഴിയുന്നില്ല എന്നല്ല പറയും, വായിക്കാൻ പറ്റുന്നില്ല. പഴയമാതിരി തുടർച്ചയായിട്ട് 4-5 മണിക്കൂറുകളിൽ നിന്ന് വായിക്കാൻ കഴിയും. കണ്ണിന് അസുഖം വരുന്നു, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ എഴുത്തുകാരന്റെ പുസ്തകം പോലും അർത്ഥയോടുകൂടി വായിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അത് വലിയ കാര്യമാണ്. അപ്പൊ അത് ഞാൻ പറയാൻ തുടങ്ങിയത്, ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്തൊരു തലമുറ നേടിത്തന്നതിന്റെ അടിത്തട്ടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പുസ്തകങ്ങൾ എന്താണെന്ന് കാണാത്ത ഒരു പുസ്തകം, രമണനെ പറ്റി പറയൂ, രമണൻ കോപ്പി പെട്ടെന്ന് തീർന്നു പോകുന്നൊരു പുസ്തകമാണ് ചങ്ങമ്പുഴയുടെ. അന്ന് തൃശ്ശൂർക്ക് ആളെ വിട്ട് ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി കടം വാങ്ങി അത് നോട്ട് ബുക്കിൽ പകർത്തിക്കൊണ്ടുപോയി ആ നോട്ട് പുസ്തകം വീടാന്തരം മാറി വായിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1950കളുടെ കാര്യമായി പറഞ്ഞത്, അത്ര വലിയ പഴക്കമുള്ള കാലമൊന്നുമില്ല. 50കളും 40കളും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്താണ് പറയണത്. 48-ൽ ചങ്ങമ്പുഴ മരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് 36ാമത്തെ വയസ്സിൽ. അത് വലിയ വേറൊരു ലെജൻഡാണ്. അപ്പോൾ ഓരോ എഴുത്തുകാരെ പറ്റിയും നമ്മൾ പറയാൻ തുടങ്ങി ഇങ്ങനെ ദിവസങ്ങളോളം നമുക്ക് സംസാരിക്കാറുണ്ട്. അവരുടെ അത്ഭുതങ്ങൾ, അവരുടെ സൃഷ്ടികൾ, അവരുടെ ജീവിതം ഒക്കെ ഉണ്ട്. അതിൽ തകർച്ചയും ഗുണവും നഷ്ടബോധങ്ങളും ഒക്കെ ഉണ്ട്, സന്തോഷങ്ങളും ഉണ്ട്, ആഹ്ലാദങ്ങളും ഉണ്ട്. അപ്പൊ അതിലേക്കൊന്നല്ല നമ്മളിപ്പോൾ പോകുന്നത്. ഈ വായിക്കാൻ വേണ്ടി ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ MTയെ തന്നെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു വലിയ അടുത്ത ബന്ധം കൊണ്ട് പല വാക്കുകളും ഇപ്പോഴും എനിക്ക് ഓർമ്മ വരികയാണ്. കോളേജ് ഹോസ്റ്റലിൽ അദ്ദേഹം പഠിക്കുന്നത് വിക്ടോറിയ കോളേജിലാണ്, പിന്നീട് BSc കെമിസ്ട്രിക്ക്. അപ്പോൾ ഹോസ്റ്റലിൽ ഈ പറയുന്ന വലിയ ലൈബ്രറി ഉണ്ട്, ക്ലാസിക്കുകളുണ്ട്. അപ്പൊ അവിടെ കുട്ടികൾക്ക് ഒരു കാർഡിന് 2 പുസ്തകം കിട്ടും. അപ്പൊ ഇദ്ദേഹം വായിക്കാത്ത കുട്ടികളുടെ കാർഡ് സമ്പാദിക്കും. എങ്ങനെ സമ്പാദിക്കും? സിഗരറ്റ് ദാനം ചെയ്യും. ആലോചിക്കണം, പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. സിഗരറ്റ് ബർക്കലി സിഗരറ്റ് കൊടുത്തിട്ട് ആ കാർഡുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ കുട്ടികളുടെയും കൂടി പുസ്തകമായിട്ടാണ് ഇദ്ദേഹം തലച്ചമുടായിട്ട് വെക്കേഷന് പോവുക. അപ്പൊ ഒരു 10-30 പുസ്തകം ഉണ്ടാവും. 2 വെക്കേഷനായിരുന്നു, ഒന്ന് ക്രിസ്മസ് വെക്കേഷൻ, ഈ പറയുന്ന ഓണ വെക്കേഷൻ. ഇതൊക്കെ രസമാണെന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ പുസ്തകങ്ങളോട്, അക്ഷരങ്ങളോടൊക്കെയുള്ള ഇവർ കൊടുത്തിരുന്ന അതിന്റെ പ്രാമുഖ്യം.
ആ ക്ലാസിക് ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിക്കുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു അധ്യാപകൻ കയറി വരുന്നു, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ, നമ്പ്യാർ സാർ. അപ്പൊ അദ്ദേഹം ഈ എം ടിയുടെ മുറിയിൽ ചക്കോവ് എടുക്കുന്നുണ്ട്, ബോധലെയർ കിടക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ക്രോസ് സെക്ഷൻ കിടക്കുന്നുണ്ട്, സാഹിത്യത്തിന്റെ, നാടകത്തിന്റെ, വാൾട്ടർ ബെഞ്ചമിൻ കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്പ്യാർ സാർ പറഞ്ഞു, വാസു ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഇതിനൊരു ഓർഡർ ഉണ്ടാവണം. ചരിത്രം വായിക്കുമ്പോൾ, സാഹിത്യം വായിക്കുമ്പോൾ, നാടകം വായിക്കുമ്പോൾ അതിന്റെ ക്ലാസിക്കുകൾ ആദ്യം വായിക്കും. എം ടി പറയാണ്, ഒരു അത്ഭുതകരമായ ഒരു അറിവാണ് എനിക്ക് തന്നത്. ഞാൻ പരന്ന വായനക്കാരനാണ്, കിട്ടിയത് എന്തും വായിക്കുന്ന ഒരാളാണ്. വായിക്കാൻ ഒരു റെയിൽവേ ഗൈഡ് പോലും ഇല്ലെങ്കിൽ എന്തൊരു ജീവിതത്തിന്റെ അസ്വാസ്ഥ്യമെന്ന് എം ടി മഞ്ഞിൽ വിമലയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് വായിച്ചില്ലെങ്കിൽ, വായിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത്. ഇന്ന് വായിക്കാനൊന്നുമില്ല. എത്ര സിമ്പിളായിട്ടൊരു വരിയിൽ നിന്നാണ് ഒരു ഒരു ക്ലാസിക് കാവ്യ ഇതിഹാസ നോവൽ മലയാളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വായനയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയാം. അതുപോലെ തന്നെയാണ് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ പറയുന്ന പുതിയ കാലത്തിന്റെ എല്ലാ എഴുത്തുകാരെ പറ്റിയും ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം വിളംബരപ്പെടുത്തുന്നത് എം ടി ആയിരിക്കും. കാരണം ഈ പുസ്തകം അദ്ദേഹത്തിന് അവിടെ ആരോ കൊടുത്തിരിക്കുന്നു, ആരോ വായിച്ചിരിക്കും, ഇത് വായിക്കണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. എവിടെയോ പോയി, പുറത്തെവിടെയോ സഞ്ചാരത്തിന് പോയി ഒരു നിശാ ക്ലബ്ബിൽ ഇരിക്കാൻ പോയത് കള്ളുടിക്കാനല്ല, സിഗരറ്റ് വലിക്കാൻ. മറ്റെവിടെയും പുറത്ത് വലിക്കാൻ കഴിയില്ല. അവിടെ വലിക്കുമ്പോൾ അവിടുത്തെ ഈ സപ്ലൈ ചെയ്യുന്ന എന്താ പറയുക സ്ത്രീകളാണ്. അതിലൊരു സ്ത്രീ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണോ? അറിയോ ശ്രീലങ്കൻ? നോ. പിന്നെ ഞാൻ ഇന്ത്യനാണ്. ഇന്ത്യൻ? ഓ, എന്താ ചെയ്യുന്നത്? അപ്പൊ ഇത്രയും എഴുത്തുകാരനായിട്ടുള്ള എം ടിക്ക് പോലെ ഞാൻ എം എ റൈറ്റർ എന്ന് ആരോടും ലോകത്ത് എവിടെ കയറിയും പറയാൻ കഴിവുള്ള, അത്രയും ശ്രദ്ധേയനായിട്ടുള്ള, പ്രാപ്തിയുള്ള, അർഹതയുള്ള ഈ മനുഷ്യൻ അപ്പോഴും ഞാനൊരു എഴുത്തുകാരനാണെന്ന് പറയാൻ മടിക്കുകയാണ്. ഒരു പത്രപ്രവർത്തകനാണ്, ജേർണലിസ്റ്റാണ്. അടുത്ത ചോദ്യം, അവരുടെ ചോദ്യം ഇദ്ദേഹത്തെ പിന്നെ ഞെട്ടിക്കുക, ഇന്ത്യൻ റൈറ്റർ അമിതാവ് ഘോഷിനെ അറിയോ? ഏതോ ബാറിലെ ഒരു സപ്ലയർ ചോദിക്കുകയാണ്, അമിതാവ് ഘോഷിനെ അറിയോ? പ്രതിഭ റായിയെ അറിയോ? അപ്പോഴാണ് ഈ എഴുത്തിന്റെ ലോകം വ്യാപരിക്കുന്നതിന്റെ അദൃശ്യമായിട്ടുള്ള ചില തലങ്ങൾ എം ടി പറയാം. ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ലോകത്ത് വേറെ അജ്ഞാതമായിട്ടുള്ള ഒരു ഭൂഖണ്ഡത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഒരു ബാർ സപ്ലയറിലെ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾ അമിതാവ് ഘോഷിനെ വായിച്ചിട്ടുണ്ടോ? അത് അമിതാവിനോട് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷം. അപ്പോൾ ഈ പറയുന്ന വായനയുടെ വളരെ സ്വകാര്യമായിട്ടുള്ള ചില അടരുകളാണ് ഞാൻ പറഞ്ഞത്. വായന കൊണ്ട് ഒരു മനുഷ്യൻ മാറുന്നു, ആ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അവന്റെ ആഭിമുഖ്യങ്ങൾ മാറുന്നു, അവനവനോട് തന്നെയുള്ള ചില ഇന്നലെ വരെയുള്ള വിശ്വാസങ്ങൾ മാറുന്നു. ബന്ധങ്ങൾ, സമൂഹത്തെപ്പറ്റി, സഹോദരത്തെപ്പറ്റി, സഹോദര്യത്തെപ്പറ്റി എല്ലാം നമുക്ക് പുതിയ ചില കാഴ്ചകളും തെളിച്ചങ്ങളും ഈ വായന തരുന്നുണ്ട്. അപ്പോൾ വായനയിൽ നിന്ന് എന്ത് നേടി, ഭൗതികമായിട്ട് അത് എന്ത് നേട്ടം തന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് പ്രത്യക്ഷത്തിലല്ല, നിശബ്ദമായ ചില പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ കൂടുതൽ കൂടുതൽ മനുഷ്യപ്പെടുത്തുകയാണ്, കൂടുതൽ മാനുഷികമാക്കുകയാണ്, കൂടുതൽ മനുഷ്യരിലേക്ക് നന്മയും സ്നേഹവും അതിൻ്റെ വെളിച്ചവും. അതില്ലാത്തടത്ത് വായന പ്രഖരമായിട്ടുള്ള, വളരെ ജാർഗണായിട്ടുള്ള, വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ എല്ലാ ഞാൻ ആദ്യം പറഞ്ഞ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ലോകസാഹിത്യം മുഴുവൻ വായിച്ച് കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കാൻ കഴിയാത്തൊരു മനോഭാവത്തിലാണ് അവന്റെ അറിവുകൾ, അവന്റെ പാണ്ഡിത്യം, അവന്റെ ജ്ഞാനമണ്ഡലം പ്രവർത്തിക്കുന്നതെങ്കിൽ ആ വായന ഒരു തരത്തിലും ആരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നാകില്ല. അവന്റെ മനസ്സിനെ പോലും ഒരു കാലത്ത് അത് ചോദ്യം ചെയ്യും. അപ്പോൾ ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കാനാകാത്ത എന്താ പറയുക, ഒരു തരത്തിലുള്ള സർവ ചരാചരങ്ങളെയും പ്രകൃതിയെയും അതിൻ്റെ മഴയെയും വെയിലിനെയും മഞ്ഞിനെയും ഉൾക്കൊള്ളുമ്പോൾ വായനയുടെ താളുകൾ അതിനോടൊപ്പം മറിഞ്ഞ് ജീവിതത്തിൻ്റെ പല കാലങ്ങളും പല വർണ്ണങ്ങളും പലതരത്തിലുള്ള കാഴ്ചകളും നമ്മളെ കാട്ടിത്തരികയാണ്. ഇന്നലെ വായിച്ചൊരു പുസ്തകം, 20-ാം വയസ്സിൽ വായിച്ചൊരു പുസ്തകം 60-ാം വയസ്സിൽ വായിക്കുമ്പോൾ അതേ അനുഭവം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഈ കഴിഞ്ഞുപോയ ഇടയിലുള്ള കാലം, ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളെ വലയതയും മാറ്റി വലച്ചിട്ടുണ്ടാവും, നമ്മൾ മാറിയിട്ടുണ്ടാകും. അങ്ങനെ മാറിയെന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് വായന. പഴയ പുസ്തകങ്ങൾ പലരും പറയാറുണ്ട്, ഞാൻ അതൊന്നും എടുത്ത് വായിച്ചു നോക്കി, പക്ഷെ എനിക്ക് അന്നത്തെ ആവേശം കിട്ടുന്നില്ല. വളരെ വാസ്തവമാണ്. അന്നത്തെ ആവേശം എന്ന് പറയുന്നത് അന്നൊന്നും നമ്മുടെ പ്രായത്തിൻ്റെ ആകാം, നമ്മുടെ പരിസരത്തിൻ്റെ ആകാം, നമ്മുടെ എന്താ പറയുക അന്നത്തെ സാമൂഹ്യ ബന്ധങ്ങളുടെ പല കാരണങ്ങളാകാം. പക്ഷെ അതൊന്നും ഇപ്പോൾ ഞാൻ ജഡമായ ഒന്നാണ്, ഞാൻ മൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമുക്ക് വളരെ ഈ തലമുറയൊന്നും നേരിട്ടുള്ള അനുഭവങ്ങളുള്ളവരല്ല, നമുക്കറിയാം. ഒരുപക്ഷെ
നമ്മൾക്ക് കേട്ടറിവോ തൊട്ട് മുമ്പിൽ എന്താ പറയുക വായിച്ചറിവോ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. പല ചരിത്രത്തിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, പഠിച്ചിട്ടുണ്ടാകാം. അതിലേക്കൊന്നല്ല ഞാൻ പോകുന്നത്. അങ്ങനെ ചരിത്രം കുറെ അറിവുകളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ചരിത്രം തരുന്ന അറിവുകളെ എല്ലാം ഉല്ലംഘിക്കുന്ന ഒരു പുസ്തകം യശ്പാലിന്റെ നിറം പിടിപ്പിച്ച നുണകൾ. ഞാനൊരു പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവാം. നിറം പിടിപ്പിച്ച നുണകൾ എന്ന് പറഞ്ഞ ഒരൊറ്റ പുസ്തകം വായിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു, ആ സമരത്തിൽ പങ്കെടുത്ത ജീവിതം എന്തായിരുന്നു, വിഭജനം എന്തായിരുന്നു, വിഭജനത്തിന്റെ ആഘാതം എന്തായിരുന്നു, എത്രയെത്ര ജീവിതങ്ങളെ എത്രയെത്ര മനുഷ്യരെയും അത് നിരാലംബരാക്കി, അന്യരാക്കി, അസ്ത്രപ്രജ്ഞരാക്കി. ഇങ്ങനെയുള്ള ഒരു ക്ലാസിക്, ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ ഒരു ചരിത്രത്തെ ആഖ്യാനം ചെയ്യുമ്പോഴാണ് ചരിത്രം പോലും നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങുക. മറ്റേ നമുക്ക് കുറേ വസ്തുക്കളാണ്, കുറേ ഡേറ്റുകളാണ്, ചില എന്താ പറയുക, നമുക്ക് ഓർമ്മിക്കാവുന്ന ചില സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിൽ നിന്ന് എഴുത്തിൻ്റെ ഈ പറയുന്ന വളരെ അരൂപിയായിട്ടുള്ള, വളരെ എന്താ പറയുക, നിശബ്ദമായിട്ടുള്ള ഈ അരുവികൾ, ഞാൻ നിറം പിടിപ്പിച്ച നുണകളെ പറഞ്ഞത്, അതിൽ ഇന്നും നമുക്ക്, ഞാൻ എത്രയോ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പൊ ഇപ്പോ ഒരു യുദ്ധത്തിന്റെ ആഘോഷം പോലെ യുദ്ധം ചെയ്യൂ, വീരമൃത്യു, വീരജവാൻ എന്നൊക്കെ പറഞ്ഞ് ഘോഷിക്കുന്ന ഒരു കാലം. ഞാൻ അതിന്റെ രാഷ്ട്രീയവശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരെയാ കൊല്ലുന്നത്? ആർക്കു വേണ്ടിയാണ് ജയം? എവിടെയാണ് ജയം? യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അഗതികളോ, പേരില്ലാത്തവരോ, ചരിത്രത്തിൽ ഒരിക്കലും രേഖപ്പെടാത്തവരോ, അവരുടെ ജീവിതമോ? താരയും ആസാദൊക്കെയുള്ള ചില കഥാപാത്രങ്ങളുണ്ട്, ചോര വാർന്നൊലിക്കുന്ന അവരുടെ ഈ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിലേക്കൊന്ന് എത്തി നോക്കാൻ കഴിഞ്ഞാൽ മതി, ഏത് യുദ്ധത്തിൻ്റെയും അവസാന ഫലം എന്താണെന്ന് നമുക്ക് ബോധ്യവും. അപ്പോൾ ജീവിതത്തെയും മരണത്തെയും യുദ്ധത്തെയും എന്ന് വേണ്ട എല്ലാറ്റിനെയും സമസ്തമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നമ്മളെ തൊട്ടുപോകുന്ന വായനയുടെ അനവധി തലങ്ങളുള്ള, അനവധി തരത്തിലുള്ള ലെയറുകളുള്ള പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും, എന്തിനാ ഒരു വരി മതി, ഒരു വാക്ക് മതി, ഒരൊറ്റ കവിതയുടെ ഒരു ശീല് മതി, എന്നോ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന പാട്ടിൻ്റെ ഒരു ഈണം മതി നമ്മളെ മനുഷ്യനാക്കാൻ. പഞ്ചതന്ത്രം കഥകൾ ഞാൻ വായിക്കുന്നത്, നേരത്തെ സതീശനൊക്കെ പറഞ്ഞ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ പുസ്തകങ്ങളുടെ ഒന്നും ആധിക്യമില്ല. കടകളിൽ നിന്ന് കടയിൽ പോയി കിട്ടുമ്പോൾ ശർക്കരയോ പഞ്ചസാരയൊക്കെ ഇന്നത്തെ വലിയ സൂപ്പർ മാർക്കറ്റല്ല, പാക്കറ്റുകളിലല്ല. ഇന്നിപ്പോൾ അരി എവിടെയാണെന്ന് ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിലുണ്ടെന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് പുതിയ. കൃഷി എന്താ അറിയില്ല, അവിടുത്തെ നെല്ലെന്താ അറിയുക, അധ്വാനം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ പുതിയ കുട്ടികൾ ചോദിച്ചത്. ഇത് എനിക്ക് അറിയുന്ന ചില കുട്ടികളോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം കേട്ടോ, വളരെ കാഷ്വലായിട്ട് ഞാൻ പറഞ്ഞു പോവാം. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു കടലാസിൽ, ഒരു കീറക്കടലാസിൽ നിന്ന് കീറിയെടുത്ത് ശർക്കരയോ പഞ്ചസാരയോ മാറ്റി വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്തായിരുന്നു വേതാളം തൂങ്ങിക്കിടന്ന അമ്പിളിയമ്മാവൻ്റെ കഥ, പഞ്ചതന്ത്രം കഥ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പഞ്ചതന്ത്രം കഥകളിലേക്ക് പിന്നെ കൂടുതൽ കാണണം, കൂടുതൽ വായിക്കണം എന്ന് പറയുന്ന വലിയ ഒരു എന്താ പറയുക ഊർജത്തിലേക്ക്, ഒരു വലിയ നമ്മുടെ ആവേശത്തിലേക്ക് നമ്മളെ തന്നെ തിരതള്ളിച്ചുകൊണ്ട് അങ്ങ് എത്തിക്കുകയാണ്. വായനയുടെ സ്പാർക്ക് ഞാൻ പറഞ്ഞതാണ്. ഒരു കഷ്ണം പീറക്കടലാസ്, ഒരു ന്യൂസ് പേപ്പർ, അലക്ഷ്യമായിട്ട് ചുരുട്ടിക്കളയുന്ന ഒരു എന്താ പറയുക, ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന ഒരു കടലാസ് വായനയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എപ്പോഴും ആകസ്മികമായിട്ട് കയ്യിൽ തടയുന്ന ഒരു പുസ്തകം, ആ പുസ്തകം നമ്മളെ ഇതിഹാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികളുടെ മഹാഭാരതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് സ്കൂളിൽ നിന്ന്. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോവാണ്. ഇങ്ങനെയും ലോകമുണ്ടോ, ഇങ്ങനെയും എഴുത്തുണ്ടോ, ഇങ്ങനെയും സാഹിത്യം എന്ന് പറഞ്ഞിട്ടൊന്നല്ല, ആകാശത്ത് കർണനെയും ഭീഷ്മരെയും യുദ്ധങ്ങളെയും ഭാരതത്തെയും ഒക്കെ കാണാൻ എന്നെ പ്രാപ്തനാക്കിയത്, ഒരുപക്ഷെ ഭാവനയിലേക്ക് എന്നെ നയിച്ചത് അതൊറ്റ ചെറിയ പുസ്തകം, കുട്ടികളുടെ മഹാഭാരതം. അപ്പോൾ എപ്പോഴുമാണ് ആകസ്മികമായിട്ട് വൈദ്യുതാലിംഘനം പോലെയാണ് നമ്മളെ വായന വന്ന് തൊടുക. അത് ഏത് പ്രായത്തിലും ആകാം, ഏത് മരവിപ്പിലും ആകാം, ഏത് സ്വപ്ന നിരാസത്തിലും ആകാം. പക്ഷെ വായനയുടെ ഒരു ജാലകം നമ്മൾ തുറന്നു വെച്ചേ മതിയാവൂ. അതിൻ്റെ കാറ്റ് എപ്പോഴെങ്കിലും വന്ന് നമ്മളെ തൊടാതിരിക്കില്ല. അതിലൂടെ കാണുന്ന ഒരു നക്ഷത്ര തെളിച്ചം, നക്ഷത്ര തിളക്കം നമ്മൾ കാണാതിരിക്കില്ല. കാരണം അത് ആത്മാവിൻ്റെ പുസ്തകമാണ്. നന്ദി, സന്തോഷം.